കോട്ടയ്ക്കൽ വലിയ പറമ്പിലെ നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജില്ലാ സംസ്ഥാനതല മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും വിധം 8000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് സ്റ്റേഡിയം ഒരുങ്ങുന്നത്. 3 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. പല കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തികൾ നീണ്ടുപോയെങ്കിലും കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നാണ് 8000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഇപ്പോൾ സ്റ്റേഡിയം ഒരുങ്ങുന്നത്. ജില്ലാ സംസ്ഥാനതല മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. 4 ബാഡ്മിന്റൺ കോർട്ടുകളും ഒരുങ്ങിക്കഴിഞ്ഞു. വോളിബോൾ, ബാസ്കറ്റ്ബോൾ മത്സരങ്ങളും സംഘടിപ്പിക്കാൻ കഴിയും വിധമാണ് സംവിധാനം ഒരുങ്ങുന്നത്. ജിമ്മിനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. കോഫി ഷോപ്പ്, വിശ്രമമുറി, ശുചിമുറി, ഓഫീസ് മുറി എന്നീ സൗകര്യങ്ങളും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം തന്നെ സ്റ്റേഡിയം കായിക പ്രേമികൾക്ക് തുറന്നു കൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ പറഞ്ഞു. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു. യുവജനങ്ങളും അതുപോലെ നമ്മുടെ പ്രദേശവാസികളുടെ ഒക്കെ വലിയൊരു ആവശ്യമായിരുന്നു ഇൻഡോർ സ്റ്റേഡിയം. നമ്മുടെ കുട്ടികൾ എല്ലാവരുടെയും, കാരണം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഇതൊരു മാലിന്യ നിക്ഷേപ സ്ഥലമായിട്ട് മാറിയിരുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തിയാക്കിയ ഈ സ്ഥലം, അവിടെ ഭംഗിയായിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. 2018-19 വാർഷിക പദ്ധതിയിൽ പണി ആരംഭിച്ച ഈ ഒരു പ്രവൃത്തി കോവിഡ് മൂലവും കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി മൂലവും ഒക്കെ നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഈ ഒരു പുതിയ ഭരണസമിതി വന്നതോടുകൂടി നമുക്ക് തീർത്തും അതിൻ്റെ പണി പൂർത്തീകരിക്കാനും. കേരള വിഷൻ, കോട്ടയ്ക്കൽ.